സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഇന്നേ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധേയമായ ഒരു സംഭവത്തെ ആസ്പദമാക്കി ധ്യാനിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം വളരെ പരിചിതമാണ് എങ്കിലും അതിൻ്റെ സൂക്ഷ്മതലങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഏത് തോതിൽ വരെ പതിഞ്ഞിട്ടുണ്ട് എന്നത് അല്പം സംശയാസ്പദമാണ്. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള വശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ ഹൃദയഭാഗമായ 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം എന്ന് കരുതുന്നു. ഇവിടുത്തെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു പിതാവ് അവൻ്റെ മകൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്ലെങ്കിൽ അനാരോഗ്യസ്ഥിതിയിൽ വളരെ ക്ലേശിച്ച് ചിന്താകുലനായി അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ശിഷ്യന്മാർക്ക് അവന് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അതിനു മുൻപ് തന്നെ ബാല്യകാലം മുതലേ അവനെ അലട്ടുന്ന ഒരു പ്രശ്നമാകയാൽ അനേക ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി, വൈദ്യന്മാരുടെ അടുത്തും അങ്ങനെ മറ്റും അന്നുണ്ടായിരുന്ന അത്ഭുത രോഗശാന്തി വിദഗ്ധരുടെ അടുത്തുമൊക്കെ കൊണ്ടുപോയി വലഞ്ഞ് ഏതാണ്ട് പ്രത്യാശ അസ്തമിച്ചൊരു സാഹചര്യത്തിലാണ് യേശുവിനെ സമീപിക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ വളരെ വ്യക്തമാണ്. അങ്ങനെ അവൻ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു അവനോട് പറയുന്ന കാര്യങ്ങൾ 22, 23, 24 വാക്യങ്ങൾ മാത്രം ഞാനിപ്പോൾ വായിക്കാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. 21 മുതൽ വായിക്കും. ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് യേശു ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, 24-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്. കാരണം ഇതുപോലെ ഇതിന് സമാനമായി മറ്റൊരു അഭ്യർത്ഥനയും ഈ 4 സുവിശേഷത്തിലും ഇല്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പിതാവ് അവൻ്റെ ചെറുപ്പം മുതലേ ഈ അരിഷ്ടത അനുഭവിക്കുന്ന മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ്റെ അവസ്ഥയെ സത്യസന്ധമായി വെളിപ്പെടുത്തിയിട്ടാണ്, അവൻ്റെ പരിമിതികളെ യേശുവിൻ്റെ സന്നിധിയിൽ അംഗീകരിച്ചുകൊണ്ടാണ് സഹായത്തിന് അഭ്യർത്ഥിക്കുന്നത് എന്നത് എൻ്റെ മനസ്സിനെ അലിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അവൻ പറയുന്നത്? ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ഞാൻ വിശ്വാസവീരനാണെന്നോ വിശ്വാസ പാരമ്പര്യത്തിൽ വളർന്ന് മുറ്റു നിൽക്കുന്നു എന്നൊന്നും അഭിമാനിക്കാനില്ല. ഞാൻ അവിശ്വാസത്തിൻ്റെ ഭാരം പേര് നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. എങ്കിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സഹായിക്കണമേ. നാം ഈ സംഭവത്തെ അല്പം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഇതാ ഒരു പിതാവ്, ദീർഘനാളായി ക്ലേശിക്കുന്ന ഒരു പിതാവ്, അവൻ്റെ ജീവിത ഭാരമൊന്ന് ഇറക്കി വയ്ക്കുവാൻ, അവൻ അനുഭവിക്കുന്ന യാതനകൾ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കുവാൻ അവൻ അഭയം തേടി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അതിന് പുരുഷാരത്തിലൊരുവൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു.
എന്ന് പറഞ്ഞു. അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അതുകൊണ്ട് ഭാരം ചുമക്കുന്നവരെ, പ്രയാസമനുഭവിക്കുന്നവരെ, ആരോടും പറയാത്ത ഭാരം പേറി നടക്കുന്നവരെ, എൻ്റെ ജീവിത പ്രശ്നത്തിന് യാതൊരു ലഘൂകരണവും ആശ്വാസവും ഉണ്ടാകുകയില്ല, ഞാൻ നാളിതുവരെ ക്ലേശിച്ചു, ഇനിയും എനിക്ക് പ്രത്യാശയ്ക്ക് അവകാശമില്ല എന്ന് ധരിച്ചിരിക്കുന്നവരെ, നിങ്ങൾ യേശുവിലേക്ക് തിരിയുവീൻ, നിങ്ങൾ യേശുവിലേക്ക് തിരിയുവീൻ. ഇതാണ് ആദ്യമായി ഈ ഭാഗം നമ്മെ അറിയിക്കുന്നത്. നാം പലപ്പോഴും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് സമീപിക്കുന്നത് നമ്മെ സഹായിക്കാൻ കഴിയാത്തവർ എന്ന് മാത്രമല്ല, നമ്മേക്കാൾ ദയനീയമായ അവസ്ഥയിലായിരിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് സത്യസന്ധതയില്ലാത്തത് കൊണ്ടത് മറച്ചു പിടിക്കുകയും എല്ലാവരുടെയും ഭാരം ചുമക്കുവാൻ കെൽപ്പുള്ള ഒരു തോളാണ് എൻ്റേത് എന്ന് നടിക്കുകയും, അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. രോഗശാന്തി വിദഗ്ധരെന്ന പേര് കേട്ട പലരും അവരുടെ രോഗം ചികിത്സിക്കാനായി അമേരിക്കയിലാണ് പോകുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് പലർക്കും അതറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നവുമായി ആരിലേക്ക് തിരിയുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഈ തരുണത്തിൽ ഞാനിതിനെപ്പറ്റി പറയുന്നുള്ളൂ. ആദ്യത്തെ തത്വം എന്താണ്? യേശുവിലേക്ക് തിരിയുക. ടേൺ ടു ജീസസ്, ടേൺ ടു ജീസസ്. രണ്ടാമത്തെ തത്വം എന്താണ്? നമ്മുടെ അവസ്ഥയുടെ നിജസ്ഥിതി സത്യസന്ധമായി നമുക്കറിയാൻ കഴിയണം. നമുക്കറിയാം, ഒരു രോഗവുമായി നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം ചെയ്യുന്ന ചികിത്സയിലെ ഡയഗ്നോസിസാണ്. ഈ രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കൂ. അവനോട് ചോദിച്ച വിവരങ്ങൾ അറിയുകയാണ്. അവൻ്റെ അപ്പൻ ഇപ്രകാരമാണ് പറയുന്നത്: ഈ അശുദ്ധാത്മാവ് അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ വ്യക്തമായ ഒരു വർണ്ണനയുണ്ട് ഇവിടെ. പ്രശ്നം ഇതാണ്. എന്നാൽ പ്രശ്നത്തിന് പോംവഴി എന്താണ് അറിഞ്ഞുകൂടാ. മനുഷ്യൻ്റെ നിസ്സഹായതയുടെ ഒരു പരിചയമാണിവിടെ. പ്രശ്നം ഇതാണ്, പക്ഷേ പരിഹാരം എന്ത് നമുക്കറിഞ്ഞുകൂടാ. ഇതും മനുഷ്യൻ്റെ അവസ്ഥയാണ്. പലവിധമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പ്രശ്നമില്ലാത്തവരാരുമില്ല. പക്ഷേ ഇതിൻ്റെ പരിഹാരം എന്ത് എന്ന് വ്യക്തതയില്ലാതെ മനുഷ്യർ അനാവശ്യമായ ഭാരവും വേദനയും അരിഷ്ടതയും ശ്വാസം മുട്ടലും കൊണ്ട് നടക്കുന്നു. അങ്ങനെയുള്ളവരെ കൊണ്ട് ഈ ഭൂമിയുടെ പരപ്പ് നിറഞ്ഞിരിക്കുന്നു. ആ അവസ്ഥയെ ഉയരത്തിൽ നിന്ന് കണ്ട് ദൈവം മനസ്സലിയുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം ഇവിടെ കാണുന്നത്. ഇനി മുൻപോട്ട് പോകുമ്പോൾ ഈ ബാലൻ്റെ അവസ്ഥയെ വീണ്ടും പരാമർശിച്ച് 21-ാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് യേശു അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ചെറുപ്പം മുതലേ ഒരു രോഗം ഒരു വ്യക്തിയെ ബാധിച്ചിട്ട് അവൻ്റെ വളർച്ച ഏതാണ്ട് മുറ്റിയ അവസരം വരെയും അതിന് യാതൊരു കുറവും വന്നില്ല എങ്കിൽ അതിനെപ്പറ്റി അതിനി എപ്പോഴെങ്കിലും സൗഖ്യമാകും എന്ന പ്രത്യാശ അസ്തമിച്ചു പോകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഈ കാലമത്രയും അസഹനീയമായ ദുഃഖവും ഭാരവും പേറിയ ഈ പിതാവ് അനുഭവിക്കുന്ന ആന്തരികവും ആത്മീയവുമായ അങ്കലാപ്പിൻ്റെ മൂർച്ച എത്ര വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം അത് നാം പ്രത്യേകമായി ധരിച്ചു വെച്ചെങ്കിൽ മാത്രമേ സമാനതയില്ലാത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ആത്മാവും അർത്ഥവും നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എങ്കിലും എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ അവൻ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി കാണും എന്ന് അല്പം നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയേണ്ടതാണ്. സാധാരണ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു പോകുമ്പോൾ അല്പം ഒന്ന് നിർത്തി സാവകാശത്തിൽ ഈ വാക്കുകൾ ഉച്ചരിക്കുന്ന ആ വ്യക്തി കടന്നുപോയ അനുഭവങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി ഹൃദയത്തിൻ്റെ ആർദ്രതയിൽ
ഒന്ന് അന്വേഷിച്ചറിയുവാൻ നാം കൂട്ടാക്കുമെങ്കിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാകും എന്ന അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്നാൽ ഈ പ്രശ്നം മറ്റൊരു പ്രശ്നത്തെ വെളിപ്പെടുത്തുന്നു. ഇവിടെയാണ് ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു പിതാവ് അവൻ്റെ മകൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് വഹിക്കാനാവാത്ത ഭാരം പേറി നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. എന്നാൽ അത് മാത്രമല്ല പ്രശ്നം. ആ പിതാവും മകനും ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ, മതപരമായ സംവിധാനത്തിൽ, ജീവിതത്തിൻ്റെ ആകത്തുകയിൽ അവൻ്റെ ഭാരങ്ങൾ, അവൻ്റെ പ്രശ്നങ്ങൾ, അവൻ്റെ ദുരിതത്തിന് പരിഹാരം കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ല തന്നെ. വലിയ വലിയ നേട്ടങ്ങളൊക്കെയുണ്ട്. നമ്മുടെ അവസ്ഥയും ഇതാണ്. ചന്ദ്രനിൽ പോകുന്നു, സൂര്യൻ്റെ താപം അളക്കാൻ നോക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ആരുടെ എങ്കിലും ജീവിതത്തിൻ്റെ ഭാരത്തിൻ്റെ ഖനം അല്പം കുറയ്ക്കുവാൻ പര്യാപ്തമായ ഒന്നും ആരും സൃഷ്ടിച്ചു വച്ചിട്ടില്ല. ആ അവസരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, യേശുവിലേക്ക് തിരികെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം, നാം അംഗത്വം പാലിക്കുന്ന സഭ, വിശ്വാസ സമൂഹം എല്ലാം നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ജീവിതത്തിൻ്റെ അങ്കലാപ്പ് അനുഭവിച്ചു തുടങ്ങുമ്പോൾ ഈ വാക്കുകളുടെ സത്യം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, മുറിവുകൾ, അങ്കലാപ്പുകൾ ഇവയെ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാൻ കൂട്ടാക്കുകയോ നിങ്ങളുടെ ഭാരം അല്പമെങ്കിലും കുറയുന്നതിന് വേണ്ടി ഒരു കൈത്താങ്ങ് നൽകുവാൻ ശ്രമിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ആരും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. പക്ഷേ ആ സമയത്തും ധൈര്യം കൈവിട്ടു പോകാതെ, പ്രത്യാശ അറ്റുപോകാതെ നമുക്ക് മുറുകെ പിടിക്കുവാൻ ഒരു ഉപാധി നൽകിയിട്ടുണ്ട്. സഹായിക്കാൻ കഴിയുള്ളവൻ ഇതാ ചാരയുണ്ട്. അവൻ ദൂരത്തല്ല. സഹായിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചോരത്തിളപ്പ്, ആ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ആ സമൂഹത്തിൻ്റെ പരാധീനതയും ഈ പിതാവിൻ്റെ ദുരിതത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ പിതാവിൻ്റെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വശത്ത് ചെറുപ്പം മുതലേ ഈ ബാധ കൊണ്ട് മരണതുല്യമായ അവസ്ഥയിൽ ഏത് നിമിഷത്തിലും അപകടം സംഭവിച്ച് മരിച്ചു പോകാവുന്ന തരത്തിലുള്ള അന്നത്തെ മെഡിക്കൽ സയൻസിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതൊരു വശത്ത്. മറ്റു വശത്ത് ഈ പിതാവ് അംഗത്വം പാലിക്കുന്ന ഒരു സമൂഹം, അതിന് അവൻ്റെ ഈ നിസ്സഹായതയിൽ കൈത്താങ്ങൽ നൽകുവാനൊന്നുമില്ലാതെ വെറും പാപ്പരത്വത്തിൻ്റെ ഇരിപ്പിടമായ ഒരു സംവിധാനം. ഇത് മനസ്സിലാക്കുക. ഒരു വ്യക്തി നിൽക്കുകയാണ്, ഒരു വശത്ത് അവൻ്റെ മകൻ, മറുവശത്ത് അവൻ്റെ സമൂഹം. ഇത് രണ്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു യാഥാർത്ഥ്യം, ഈ പിതാവിൻ്റെ അവസ്ഥയെ മറ്റാരും മനസ്സിലാക്കിയില്ല എങ്കിൽ യേശു മനസ്സിലാക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും പരാജയപ്പെട്ടു എന്ന ധ്വനിയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ ഒട്ടുമുക്കാലും അസ്ഥാനത്താണ്. രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും മനുഷ്യനിർമ്മിതവും മനുഷ്യൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നതുമായ പ്രസ്ഥാനങ്ങളെപ്പറ്റി വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. കാരണം എന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കാൻ പര്യാപ്തമായ അല്ലെങ്കിൽ കഴിവുള്ള ആ വലിയ വ്യക്തിത്വത്തിലേക്ക്, യേശു എന്ന വെളിച്ചത്തിലേക്ക് തിരിയുവാൻ നാം കൂട്ടാക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വസ്തുനിഷ്ഠമായി നാം ആയിരിക്കുന്ന അവസ്ഥയുടെ സത്യം നാം തിരിച്ചറിയണം. പലർക്കും ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നിജസ്ഥിതി അറിയുക. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നതാണ് യാഥാർത്ഥ്യം, കാണുന്നത് പോലെ അല്ല സംഗതി. മനുഷ്യർ അഭിനയിക്കുന്നതും അവരായിരിക്കുന്ന അവസ്ഥയുടെ സത്യവും രണ്ടും രണ്ടാണ്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന പലർക്കും വലിയ വിമിഷ്ടമാണ്.
അവരുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സമീപനം എന്താണ്? ഒരു മിഥ്യാലോകത്തിലിങ്ങനെ മത്ത് പിടിച്ച് ഈ കറങ്ങി നടക്കുക, യാഥാർത്ഥ്യബോധം പാലിക്കാതിരിക്കുന്ന കാരണം കണ്ണടയ്ക്കുക, കാതടയ്ക്കുക, മനസ്സും കൊട്ടിയടയ്ക്കുക. അതാണ് വിശ്വാസ ജീവിതം എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങൾ അതെന്നെ വ്യക്തമായി വിളിച്ചറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ മൗഢ്യത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും ആ വ്യക്തിയുടെ അവസ്ഥ കണ്ടു, സമൂഹത്തിൻ്റെ പരിതാപകരമായ ശൂന്യത കണ്ടു, നിസ്സഹായത കണ്ടു. നാം ഇനിയും യേശുവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുകയാണ്. 21-ാം വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ്. യേശു അവനോട്, നിന്നാൽ കഴിയുമോ എന്ന് അവൻ പറയുന്നുവല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, അല്ലല്ലോ, വല്ലതും കഴിയുമെങ്കിൽ മനസ്സെളിഞ്ഞ് സഹായിക്കണമേ എന്ന അപേക്ഷ. കഴിയുമെങ്കിൽ, അപ്പോൾ യേശു എന്താണ് പറയുന്നത്? കഴിയുമെന്നോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒറ്റ നിമിഷം കൊണ്ട് യേശു ആ പിതാവിൻ്റെ കഷ്ടത, ദുരിതമനുഭവിക്കുന്ന ആ പിതാവിൻ്റെ ആന്തരികമായ അവസ്ഥ വളരെ കരുണയോടുകൂടെ അവൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന പോലെ യേശു തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അതാണ്. അന്യ വ്യക്തികളുടെ, മറ്റുള്ളവരുടെ അവസ്ഥ തൻ്റെ അവസ്ഥയായി മാറുക. അതാണ് വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് ദൈവികമായ മർമ്മം മാനുഷികമായ അവസ്ഥയുമായി ഒന്നായിത്തീരുന്ന ആ ഒരു മർമ്മമാണ് യേശുവിൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ പ്രധാന മർമ്മം എന്നാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. വചനം ജഡമായി തീർന്നു. ദൈവം മനുഷ്യൻ്റെ അവസ്ഥയുമായി താതാത്മ്യം പ്രാപിച്ചു. അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നത് സ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ്. സ്നേഹത്തിന് മാത്രമേ അങ്ങനെ താതാത്മ്യം പ്രാപിക്കാനുള്ള ശക്തിയുള്ളൂ. അങ്ങനെ സ്നേഹത്തിൽ കൂടെ മനുഷ്യൻ്റെ അവസ്ഥയോട് താതാത്മ്യം പ്രാപിക്കുന്നത് കൊണ്ട് യേശുവിന് അവൻ ആരോടുകൂടെ ആയിരിക്കുന്നുവോ ആ വ്യക്തിയുടെ അവസ്ഥ സത്യസന്ധമായി അറിയുക മാത്രമല്ല, കരുണയുടെ പാരമ്യത്തിൽ അതിനോട് പ്രതികരിക്കുവാനും സാധിക്കുന്നു. ഇതെല്ലാ വ്യക്തികൾക്കും സാധിക്കേണ്ടതാണ്. അപ്രകാരം സാധിക്കത്തക്ക വിധത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. സമസൃഷ്ടികളോട് അവരുടെ അനുഭവത്തോട് താതാത്മ്യം പ്രാപിച്ച് അവരുടെ അവസ്ഥയിൽ അലിവോടുകൂടെ കാരുണ്യത്തിൻ്റെ പാരമ്യത്തിൽ താതാത്മ്യം പ്രാപിച്ച് അവരുടെ അവസ്ഥയെ സത്യസന്ധമായി തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ദൈവികമായ വിടുതൽ സംഭവിക്കത്തക്കവണ്ണം ബന്ധം പുലർത്തുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക എന്നതായിരിക്കണം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന ആത്മീയ സത്യമാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഇത് യേശുവിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കേണ്ട ഒരു ആത്മീയമായ മർമ്മമത്രേ. നാം യേശുവിനെ ഒരു വലിയ പെഡസ്റ്റലിൽ കൊണ്ടുവച്ചിട്ട് അവനെ കൊണ്ട് കഴിയും, ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല. ലോകത്തിൽ ആർക്കും സാധ്യമല്ലാത്തതൊന്നും യേശുവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് മാത്രമല്ല അതിലപ്പുറവും ചെയ്യും. അപ്പോൾ മറ്റാർക്കും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആൾദൈവങ്ങളെപ്പോലെ, ക്രിസ്തീയ ആൾദൈവങ്ങളെപ്പോലെ യേശു വീമ്പിളക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഞാൻ ചെയ്തതിനപ്പുറത്ത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കുവാനോ അത് തിരിച്ചറിയുവാനോ അങ്ങനെ തിരിച്ചറിയുന്നതിൽ കൂടെ ഉത്ഭവിക്കുന്ന ദൗത്യബോധത്തെ സ്വീകരിപ്പാനോ അതിനനുസരിച്ച് പ്രവർത്തിപ്പാനോ നിങ്ങൾ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പരാധീനത. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും സാമൂഹ്യ ജീവിതവും മതപരമായ ജീവിതവും എല്ലാം തന്നെ പാപ്പരത്വത്തിൻ്റെ കേളീരംഗമായി തീരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് എന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ ദൗത്യം എന്താണ്? ഇത് നാം വളരെ വ്യക്തമായി ധരിക്കണം. അപ്പോൾ നമ്മുടെ ധാരണ എന്താണ്? യേശു നമ്മളുടെ വ്യക്തിത്വത്തിന് അതീതമായ
മനുഷ്യർക്ക് കഴിയാത്ത മനുഷ്യ അവസ്ഥയിൽ നിന്ന് ദൂരെ സ്ഥിതി ചെയ്യുന്ന. ഇപ്പോൾ ഹിന്ദുക്കളുടെയൊക്കെ വിശ്വാസം പറഞ്ഞാൽ അങ്ങ് മാനസരോവറിലിരിക്കുന്ന, ഹിമാലയത്തിൻ്റെ മേളിലിരിക്കുന്ന ഏതാണ്ട് ഇവിടെ കൊണ്ടുവന്ന്, പണ്ട് സ്ത്രീകൾ പ്രസവ സമയമൊക്കെ അടുക്കുമ്പോൾ ആൾ കാശിക്ക് പോകുമ്പോൾ അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് കുടിച്ചാൽ സുഖപ്രസവം നടക്കുമെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലൊന്നുമില്ല. അങ്ങ് ദൂരെ ഒന്നിൽ ഹിമാലയത്തിൻ്റെ മേളിൽ, അല്ലെങ്കിൽ ഗംഗാജലം, അല്ലെങ്കിൽ കൈലാസത്തിൻ്റെ മേലിൽ, ഇപ്പം ഒന്നും അല്ലെങ്കിൽ അങ്ങ് അമേരിക്കയിൽ, അല്ലെങ്കിൽ അങ്ങ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ധാരണ. പക്ഷേ യേശു അതിന് ഘടകവിരുദ്ധമാണ് എന്ന് പലരും ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. യേശുവിൻ്റെ പ്രവർത്തന രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. എന്താണ്? നമ്മുടെ ഉള്ളിലില്ലാത്ത ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ ജീവിത അവസ്ഥയുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ അവസ്ഥകളും നേരിടുവാൻ പര്യാപ്തമായ വിഭവങ്ങൾ, ശക്തികൾ, റിസോഴ്സസ് അവൻ്റെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? ആ ഉള്ളിലുള്ള വലിയ സമ്പത്ത്, ധനം, നിധി, അത് തിരിച്ചറിയുവാനോ അതെന്താണെന്ന് മനസ്സിലാക്കാനോ അതെപ്രകാരം ഉപയോഗിക്കാം എന്ന് തിരിച്ചറിയുവാനോ ആരും കൂട്ടാക്കുന്നില്ല. കാരണം ചെറുപ്പം മുതലേ നമുക്ക് ലഭിച്ച പരിശീലനം എന്താണ്? ആരെയെങ്കിലും ആശ്രയിക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളരുന്നു, അവർ മാതാപിതാക്കന്മാരെ ആശ്രയിക്കുന്നു. അത് കഴിഞ്ഞ് വിദ്യയ്ക്ക് വേണ്ടി അവർ ഗുരുക്കന്മാരെ ആശ്രയിക്കുന്നു. ആത്മീയമായ പോഷണത്തിന് വേണ്ടി സഭയെ ആശ്രയിക്കുന്നു, പുരോഹിതന്മാരെ ആശ്രയിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരെ ആശ്രയിക്കുന്നു, മിടുക്കന്മാരായ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാരെയും പ്രവാചക താലന്തുള്ള വിദഗ്ധന്മാരെയൊക്കെ ആശ്രയിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക അല്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിനുവേണ്ടി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സഭ രൂപീകരിച്ചതിന് ശേഷം, അതായത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് യെരുശലേമിൽ കൂടിയിരുന്ന ജനത്തിൻ്റെ മേൽ വന്ന്, അത് സഭയുടെ ഇനോഗ്രേഷനായിരുന്നു എന്ന് എവർക്കും അറിയാം. അതിനുശേഷം അടുത്ത ചാപ്റ്ററിൽ കാണുന്ന ഒരു സംഭവത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിവാതിക്കൽ നിന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് പത്രോസ് എന്താണ് അവനോട് പറയുന്നത്? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നീ ഇങ്ങനെ ഇരുന്ന് തെണ്ടേണ്ട ആവശ്യമില്ല. അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് 2 കാലിൽ ഓടിയും ചാടിയും തുള്ളിയും ദൈവത്തെ സ്തുതിക്കുവാനും അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതയും ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. നിൻ്റെ പ്രശ്നം എന്താണ്? നീ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷയാചിച്ചിരുന്നിരുന്നു. അത് മാത്രം പഠിച്ച് നിൻ്റെ ഉള്ളിലുള്ള വലിയ സമ്പത്തിനെ നീ അന്യാധീനമാക്കി കളഞ്ഞില്ലേ? അതാണ് നിൻ്റെ പ്രശ്നം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ പരാധീന ഇത് തന്നെയാണ്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഈ പിതാവ് ഈ ഭാരവും പേറി ഇത്രയും നാൾ നടന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യേശു അതിനോട് എപ്രകാരം പ്രതികരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് തന്നെ വായിക്കുകയാണ്. ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ആശയം ഞാൻ സൃഷ്ടിച്ചതല്ല, ഞാൻ കടങ്കഥ പറയുന്നതല്ല, യേശു പറഞ്ഞ വാക്കിനെ മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് നിങ്ങൾ ധരിക്കേണ്ടതിന്. ഞാൻ ആ ഭാഗം വീണ്ടും വായിക്കുകയാണ്. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവന്, എൻ്റെ അടുത്ത് വരുന്നവൻ രക്ഷപ്പെടുമെന്നല്ല യേശു പറഞ്ഞത്. വിശ്വസിക്കുന്നവൻ, ആ വിശ്വാസത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം മുന്നമേ തന്നെ നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്.
സമാനതയില്ലാത്ത നിധി നിൻ്റെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ നീ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അവിടെയും ഇവിടെയും അലഞ്ഞും വലഞ്ഞും തെണ്ടിയും നടക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ആത്മീയത എന്നാൽ എന്താണ്? അവിടെയും ഇവിടെയും പോയി ചില വിശ്വാസ വീരന്മാരുടെ കാല് പിടിക്കുകയോ, ചില പരിശുദ്ധന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ വാല് പിടിക്കുകയോ, അല്ലെങ്കിൽ സഭയുടെ അവതാരത്തിന് കാത്തു കിടക്കുകയോ അല്ല. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാകുന്നു, ദൈവം വിഭാവന ചെയ്ത നിങ്ങളുടെ വ്യക്തിത്വം എന്താകുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകൾ എത്ര അപ്രമേയമാകുന്നു എന്ന് തിരിച്ചറിയുകയും അത് അതിൻ്റെ പൂർണ്ണ തോതിൽ ഉപയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാനുള്ള ആത്മീകമായ പരിജ്ഞാനവും പരിശീലനവും പക്വതയും പ്രാപിക്കുക എന്നതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആകത്തുക. ഇത് നാം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ജനിച്ചപ്പോൾ തൊട്ടേ ആശ്രയിച്ച് ജീവിക്കണം. നമുക്കതീതമായി നമുക്ക് പ്രയോജനം നൽകുന്ന ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമുക്ക് പ്രയോജനം നൽകുന്ന, വിടുതൽ നൽകുന്ന, ആശ്വാസം നൽകുന്ന, സൗഖ്യം നൽകുന്ന ഒരു മർമ്മവും ഒരു ശക്തിയും ഒരു ഉപാധിയും ഇല്ല തന്നെ. നിങ്ങൾ 4 സുവിശേഷവും ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. യേശുവിൻ്റെ അടുത്ത് വന്നവർ, അവരോട് യേശു പറയും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് വിശ്വാസം? നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകളെ പറ്റിയുള്ള വിശ്വാസം. പക്ഷേ അതുകൊണ്ട് വിശ്വാസം പൂർത്തിയാകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള അപ്രമേയമായ സാധ്യതകളെ തിരിച്ചറിയേണ്ടതിന് നിങ്ങൾക്ക് ഒരു വെളിച്ചം ആവശ്യമാണ്. കാരണം മനുഷ്യൻ്റെ ഈ വീഴ്ചയുടെ അവസ്ഥയിൽ, ദ ഫോളൻ സ്റ്റേറ്റ് ഓഫ് മാൻ, അവൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം അവൻ കഴിയുന്നില്ല. അവൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അവൻ അന്ധകാരമാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്നാൽ ഏറ്റവും വലിയ നിധി ദൈവം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതും വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്തതുമായ ഈ വലിയ നിധി ഒന്ന് തിരിച്ചറിയേണ്ടതിന് അവനൊരു വെളിച്ചം ആവശ്യമുണ്ട്. ആ വെളിച്ചത്തിൻ്റെ പേരാണ് യേശു എന്നുള്ളത്. അപ്പോൾ യേശുവിൻ്റെ വെളിച്ചത്തിൽ കൂടെ നാം നോക്കുമ്പോൾ നാം യേശുവിൻ്റെ അത്ഭുതങ്ങളെ അല്ല കാണേണ്ടത്, ലോകത്തിൻ്റെ അത്ഭുതങ്ങളെ അല്ല കാണേണ്ടത്, സഭയുടെ അധികാരികളെ അല്ല കാണേണ്ടത്. നാം യേശുവാകുന്ന വെളിച്ചത്തിൽ കൂടെ നോക്കുമ്പോൾ കാണേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അത്ഭുതങ്ങളെയാണ്, നമ്മുടെ ഉള്ളിലുള്ള അത്ഭുതകരമായ ഉപാധികളെയാണ്, വിഭവങ്ങളെയാണ്, സമ്പത്തുക്കളെയാണ്, ശക്തികളെയാണ്. The great resources, powers and potentialities within us. അത് അത്ഭുതകരമാണ്. അത് തിരിച്ചറിയുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം ആന്തരികമായ ഒരു സൂര്യോദയം, സ്പിരിച്വൽ സൂര്യോദയം, അത് അനുഭവിക്കുക ആണ് ആത്മീയതയുടെ അനുഗ്രഹം എന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള തിരിച്ചറിവ് സംഭവിക്കത്തക്കവണ്ണം അതിന് സഹായകരമായൊരു പശ്ചാത്തലം സൃഷ്ടിക്കുവാൻ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ 3 കാര്യമാണ് ഞാനിതുവരെ പറയുന്നത്. 1 വ്യക്തി, 2 യേശു, 3 വിശ്വാസ സമൂഹം. ഇതിനുള്ള ബന്ധം എന്താണ്? ആദ്യമായി വ്യക്തിയെ പരിഗണിക്കുമ്പോൾ അവനെ ദൈവം അതിശയകരമായും ഭയങ്കരവുമായി സൃഷ്ടിച്ചു എന്ന് വചനം പറയുന്നു. 139-ാം സംഘത്തിൻ്റെ 13-14 വാക്യങ്ങൾ. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ വിഭവങ്ങളും അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ അവൻ്റെ പ്രശ്നം എന്താണ്? അവനിൽ നിന്ന് അന്യാധീനപ്പെട്ടിരിക്കുന്നു. ഹീ ഈസ് ഏലിനേറ്റഡ് ഫ്രം ഹിംസെൽഫ്. അതുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള വലിയ നിധികൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം അവൻ അന്ധനാണ്. ആത്മീയമായി ലോകത്തിലുള്ള എല്ലാവരും അന്ധരാണ്. എന്താണ് ഈ അന്ധത? ഓരോരു വ്യക്തിയും അവനവൻ്റെ ഉള്ളിലുള്ള അവരവരുടെ ഉള്ളിലുള്ള ഈ അത്ഭുതകരമായ സിദ്ധികളും സാധ്യതകളും വിഭവങ്ങളും കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് അടഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇരുട്ടിൽ വസിക്കുന്നു. ആ ഇരുട്ടിനെ മാറ്റിയിട്ട് ഈ വലിയ സമ്പത്തിനെ, വിഭവത്തെ കാണുവാനും മനസ്സിലാക്കുവാനും അവനൊരു വെളിച്ചം ആവശ്യമുണ്ട്. ആ വെളിച്ചം യേശു മാത്രമാകുന്നു. എന്നാൽ വ്യക്തിയും യേശുവുമായുള്ള ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ തിരിച്ചറിയുന്ന
വെളിച്ചത്തിൻ്റെ ബന്ധം സ്ഥാപിക്കുന്നതിന് ഉതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ വിശ്വാസ സമൂഹത്തിന് കഴിയേണ്ടതാണ്. അതാണ് വിശ്വാസ സമൂഹത്തിൻ്റെ ഉദ്ദേശം തന്നെ. എന്നാൽ അങ്ങനെയുള്ള ഉദ്ദേശത്തെ മാനിക്കാത്ത ഒരു വിശ്വാസ സമൂഹമാണെങ്കിൽ അതിനെ വിശ്വാസ സമൂഹമെന്ന് പറയരുത്, ഒരു ആളുകളുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് വിശ്വാസ സമൂഹമല്ല. എന്താണ് വിശ്വാസ സമൂഹം? ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കുവാൻ സഹായിക്കുന്ന സമൂഹം ഏതാണോ അതാണ് വിശ്വാസ സമൂഹം. അല്ലാത്തതിനെ ഒന്നിനെയും വിശ്വാസ സമൂഹമെന്ന് പറയരുത്. പറഞ്ഞാൽ നാം ഭാഷയെ അപമാനിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച വിഷയം അവിടെ ഉപസംഹരിക്കാം. അതുകൊണ്ട് ഈ 3 ഘടകങ്ങൾ, വ്യക്തി, യേശു, വിശ്വാസ സമൂഹം, ഇത് തമ്മിലുള്ള ചേർച്ച, സഹകരണം, പൂർത്തീകരണം വ്യക്തമായി ധരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ഇനിയും എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഈ നിസ്സഹായനായ, അതായത് സഹിഷ്ണുതയോടെ നെല്ലിപ്പലക കണ്ട ഈ ഒരു പിതാവിൻ്റെ പ്രതികരണമാണ്. ഇതിന് സമാനമായ മറ്റൊരു പ്രതികരണവും വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലുമില്ല. അത്രമാത്രം ശ്രദ്ധേയമായൊരു സംഭവമാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ എന്താണ് പറയുന്നത്? എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ദയവായി എന്നെ സഹായിക്കണമേ. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല, അല്ലെങ്കിൽ നിരാശയില്ല എന്ന് മാത്രമല്ല, അവൻ്റെ സത്യസന്ധതയെ ഞാൻ നമിക്കുകയാണ് ചെയ്തത്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ചെറുപ്പം മുതലേ ഈ വലിയ ക്ലേശം അല്ലെങ്കിൽ പ്രയാസം സഹിക്കുന്ന തൻ്റെ മകൻ, ആ ഭാരം ചുമന്ന് നടന്ന് നട്ടലൊടിഞ്ഞ ഒരു പിതാവ്, അവൻ നിരാശയുടെ വക്കിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ അനേകം ആളുകൾ നിൻ്റെ ഈ നരകം ഞാൻ അവസാനിപ്പിച്ചു തരാമെന്ന് അവനോട് പറഞ്ഞ് അവനെ ആശിപ്പിച്ച് കാണും, അവനെ മുതലെടുത്ത് കാണും. അങ്ങനെ അനേകം പേരെ കണ്ടവനാണ്. 1000 തവണ നിരാശയുടെ പടുകുഴിയിൽ വീണുപോയവനാണ്. അതുകൊണ്ട് അവന് അങ്ങനെ കണ്ണും അടച്ച് എടുത്തു ചാടി, എൻ്റെ എല്ലാ പ്രശ്നവും നീ. നമ്മുടെ ആളുകളൊക്കെ യാതൊരു അർത്ഥവും ആത്മാർത്ഥതയുമില്ലാതെ കൊണ്ട് വിളിച്ചു പറയുന്ന പോലെ അല്ലിത്. എൻ്റെ 100 കോടി അപ്പുറത്ത് സത്യസന്ധമാണിത്. എൻ്റെ നിസ്സഹായത എന്താണ്? വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിന്നെക്കൊണ്ടിത് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് വിശ്വസിക്കാൻ. അപ്പോൾ അറിവും വിശ്വാസവും തമ്മിലുള്ള സംഘർഷം, ഇതൊരു വലിയ സംഘർഷമാണ്. ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു സംഭവത്തിലും ചിത്രീകരിച്ചിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഭാഗത്തെപ്പറ്റി വളരെ ആഴമായി ധ്യാനിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വാക്കുകൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. സ്വർണ്ണലിപികളിൽ എഴുതി വെക്കേണ്ട, നമ്മുടെ മനസ്സിൻ്റെ പലകയിൽ തീ കൊണ്ട് എഴുതി വെക്കേണ്ട വാക്കുകളാണ്. എന്താണ്? യേശു അവനോട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ആത്മീയതയിൽ ഇതിനേക്കാൾ ആത്മാർത്ഥമായ സത്യസന്ധമായ വാക്കുകൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ വളരെ വളരെ അസാധ്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ അവസ്ഥയുടെ സത്യാവസ്ഥ യേശുവിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുക, അത് മനോഹരമായൊരവസ്ഥയാണ്. നമ്മുടെ മതജീവിതത്തിൽ നാം സത്യത്തിന് കച്ചിത്തുരുമ്പിൻ്റെ വില കൽപ്പിച്ചിട്ടില്ല. ഇതാദ്യം മുതൽ അവസാനം വരെ പ്രഹസനത്തിൻ്റെ ഒരു നാടകമാണ്. ഒരിക്കലും സത്യസന്ധമായ മതത്തിൻ്റെ മേഖലയിൽ നിൽക്കുവാൻ നമുക്ക് ഇല്ലാത്ത വിശ്വാസം ഉണ്ടെന്ന് നടിക്കുകയും, ഇല്ലാത്ത ആവേശം ഉണ്ടെന്ന് നടിക്കുകയും, ഇല്ലാത്ത നന്ദികൾ, ഹൃദയത്തിൻ്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കള്ളം പറയുന്നതാണ് ആരാധന. യാതൊരു ആത്മാർത്ഥമില്ല ദൈവത്തെ സ്തുതിച്ച് അന്തരീക്ഷം അങ്ങ് മലീമസമാക്കുകയാണ്. സത്യം തൊട്ട് തേച്ചിട്ടില്ല, വാ തുറന്നാൽ കള്ളമാണ് പറയുന്നത്. അതോ ദൈവത്തോടാണ് പറയുന്നത്, മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസ പ്രമാണം പോലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്നു എന്ന് പറയുന്നു. ആ ആവർത്തനം
ഒട്ടുമുക്കാലും കള്ളമാണ്. നമ്മളതൊന്നും വിശ്വസിച്ചല്ല ഈ പറയുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പിതാവിനെ കാല് തൊട്ട് വന്ദിക്കണം. പിതാവേ, യേശുവേ, യജമാനനെ, എൻ്റെ അവിശ്വാസത്തിൽ എന്നോട് കരുണയുണ്ടാകണമേ. നിന്നെക്കൊണ്ട് ഇത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എങ്കിലും എൻ്റെ അവിശ്വാസത്തെ അവിടുന്ന് പൊറുക്കണമേ. ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു പ്രതികരണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് ആ സത്യസന്ധതയാണ് ഈ സംഭവത്തിൻ്റെ ഹൃദയഭാഗം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ സൂചിപ്പിച്ച് അവസാനമായി എന്ത് സംഭവിക്കുന്നു അത് കൂടെ വായിച്ചിട്ട് 27-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ എഴുന്നേറ്റു. 2 വാക്കുകൾ, അവൻ എഴുന്നേറ്റു. ആരെഴുന്നേറ്റു? ആ ബാലൻ. ചെറുപ്പം മുതലേ നന്നേ പീഡിപ്പിക്കപ്പെട്ട് അനേക തവണ മരണത്തിൻ്റെ വക്കിലായി പോയ, അങ്ങനെ ജീവിതം ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന പോലെ നാളിതുവരെയും കഴിഞ്ഞ ആ യുവാവ് അവൻ എഴുന്നേറ്റു. എത്രയോ മനോഹരമായ വാക്കുകളാണ്. അവൻ എഴുന്നേറ്റു. അതിന് പകരം നമ്മുടെ ഇടയിൽ എന്താണ്? ചില ദൈവത്തോടങ്ങ് അടുത്ത് പറ്റി നിൽക്കുന്ന ചില ആളുകളുടെ ആകെപ്പാടെയുള്ള സേവനം എന്താണ്? ആളുകളെ തള്ളിയിടുന്നു. ചിലർ ഊതി തള്ളിയിടുന്നു, ചിലർ ഹാൻകർച്ചീഫ് വീശി തള്ളിയിടുന്നു, ചിലർ ബാത്ത് ടവൽ വീശി തള്ളിയിടുന്നു, ചിലർ കൈ വീശി ആളുകളെ തള്ളിയിടുന്നു. യേശു ചെയ്തത് എന്താണ്? അവൻ എഴുന്നേറ്റു. അങ്ങനെ ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ച് കാണിക്കാൻ താല്പര്യമുള്ളവർ, ധൈര്യമുള്ളവർ നമ്മുടെ ഇടയിലുണ്ടോ എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട്. അനേക രോഗശാന്തി വിദഗ്ധരുള്ളൊരു നാടാണ് കേരളം. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ ഒരു മത്സരം സംഘടിപ്പിച്ചു. അതായത് നിങ്ങൾ ശ്രമിച്ചാൽ ഈ രോഗശാന്തി വിദഗ്ധർ പലരും ക്യാൻസർ സുഖപ്പെടുത്തി കൊടുക്കും, നെർവ് സംബന്ധിച്ച കാര്യങ്ങൾ മാറ്റിക്കൊടുക്കും, അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഉള്ളിലെ അവസ്ഥകൾ മാറ്റിക്കൊടുക്കും. എന്നാൽ തികച്ചും നിസ്സാരമായ കാണാവുന്ന പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മുച്ചെറിയുള്ള ഒരു വ്യക്തിയെയും മന്ദുള്ള കാലുള്ള 2 സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇവരെ പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യമാക്കി കൊടുക്കുന്ന ആൾക്ക് 1.5 കോടി രൂപ പ്രതിഫലമായി കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി എല്ലാ ക്രമീകരണവും ചെയ്തു. ഒരു വ്യക്തി പോലും വരികയോ പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല. നിങ്ങൾക്കറിയാം. കാരണം ഈ പ്രത്യക്ഷമായത് അതിനോട് കള്ളം കാണിക്കാൻ സാധ്യമല്ല. അപ്പം മുച്ചെറിയൊന്ന് മാറ്റാമെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മുടെ കൺകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും എന്ന് പറയുകയാണ് എനിക്ക് ക്യാൻസറുണ്ട്, 3rd സ്റ്റേജാണ്, 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത ദിവസം പറയാം ഞാൻ പോയി പരിശോധിച്ചപ്പോൾ ഇല്ലാതെയായി എന്ന് പറഞ്ഞ് അത് ആന്തരികമാണ്. എന്നാൽ പ്രകടമായ പ്രത്യക്ഷമായ ഒരവസ്ഥയും ഈ ഒരൊറ്റ അത്ഭുത രോഗശാന്തി വിദഗ്ധയും കേരളത്തിൽ നാളിതുവരെ സൗഖ്യമാക്കിയിട്ടില്ല. നിങ്ങളത് അന്വേഷിച്ചാൽ അത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഗോളത്തെ പറ്റിയാണ് നാം സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? യേശുവിൻ്റെ അടുത്തൊരു യുവാവിനെ കൊണ്ടുവന്നതുകൊണ്ട് അന്ന് വരെ നിലത്ത് കിടന്ന് ഉരുണ്ട് വെള്ളത്തിൽ വീണു, തീയിൽ വീണ് അവൻ മരണത്തിൻ്റെ തുല്യനായി കിടന്ന, ഒരിക്കലും 2 കാലം നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എപ്പോൾ വീഴും, വീണാൽ ഏത് തീയിൽ വീഴും, ഇങ്ങനെ വേവലാതി പെട്ട ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? രണ്ട് വാക്ക്, അവൻ എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഭൂതഗ്രസ്തനായൊരു മനുഷ്യൻ യേശു അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? മനോഹരമായി അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ്, അവന് സുബോധം വന്നു. അങ്ങനെയൊന്നും ആർക്കും നമ്മുടെ ഇടയിൽ കേട്ടിട്ടില്ല. ഉള്ള ബോധം കൂടെ പോയി എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി ധരിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. എന്നാൽ സാക്ഷ്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധ്യാനം ഞാൻ തൽക്കാലം ഉപസംഹരിക്കുകയാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.